ഹലോ, അടുത്തതായി നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കിർച്ചോഫ് ലോ മാത്രം ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ക്രാമേഴ്സ് റൂളോ നെറ്റ്വർക്ക് തിയറത്തിലെ മറ്റ് ലോസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കിർച്ചോഫ് വോൾട്ടേജ് ലോവും കിർച്ചോഫ് കറണ്ട് ലോവും മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി of the circuit shown in figure. ഇതാണ് ക്വസ്റ്റ്യൻ. ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനാണ്. ഗിവൺ ഈച്ച് റെസിസ്റ്റൻസ് ഈസ് 10 ohm. ഇതാണ് സർക്യൂട്ട്. എ ബി എന്ന രണ്ട് പോയിൻറ്റ്സിനിടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് തിയറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഒന്ന് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറഞ്ഞ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നു ത്രൂ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ആർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ആർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ബി എന്ന് പറഞ്ഞ കറണ്ടിൽ കറണ്ട് റീച്ച് ചെയ്യും. അത് ബേസിക് ആയിട്ടുള്ള കിർച്ചോഫ് കറണ്ട് ലോ എന്ന് വരുന്നതാണ്. ഐ ഈസ് ദ കറണ്ട് എൻറ്ററിങ് അറ്റ് എ, സോ ദ സെയിം കറണ്ട് ഐ വിൽ ലീവ് അറ്റ് ബി. ഇനി നമ്മൾ ഈ കറണ്ട് ഐ വരുന്ന ഓരോ ജംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ സർക്യൂട്ടിന് നമ്മൾ ഓരോ ജംഗ്ഷനിലും ഓരോ പോയിന്റ് നെയിം കൊടുക്കും. പി ക്യു ആർ എസ് ടി വി. ഇനി നമ്മൾ ഫസ്റ്റ് പി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കൺസിഡർ ചെയ്യും. ഇവിടെ കിർച്ചോഫ് കറണ്ട് ലോ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പി എന്ന ജംഗ്ഷനിലെ ഐ എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിച്ചേരും. അതിൽ നിന്ന് രണ്ട് ഡയറക്ഷൻ ഉണ്ട്. പി ആർ ഡയറക്ഷൻ ഉണ്ട്, പി ക്യു ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യാം പി ആർ ഡയറക്ഷനിലേക്ക് I1 എന്ന് പറഞ്ഞ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പി ക്യു ഡയറക്ഷനിലേക്ക് വരുന്ന കറണ്ട് കിർച്ചോഫ് കറണ്ട് ലോ അനുസരിച്ചിട്ട് ഐ മൈനസ് I1 ആയിരിക്കും. I1 പ്ലസ് I1 ഇസ് ഈക്വൽ ടു കറണ്ട് ഐ ആയിരിക്കണം. കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. നമ്മൾ ഈ രണ്ട് റെസിസ്റ്റൻസിലുള്ള കറണ്ട് ഫൈൻഡ് ചെയ്തു, അസ്യൂം ചെയ്തു I1 ആൻഡ് I മൈനസ് I1. ഇനി ക്യു എസിലേക്ക് വേറെ ജംഗ്ഷൻ ഒന്നുമില്ല. അപ്പോൾ സെയിം കറണ്ട് I മൈനസ് I1 എന്നുള്ള കറണ്ട് ക്യു എസിലുള്ള റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യും. അപ്പം ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ് വരുന്നത്. ഇനി അടുത്ത ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്ത ജംഗ്ഷൻ വരുന്നത് ആർ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ജംഗ്ഷൻ ആറിൽ കറണ്ട് I1 ആറിൽ എത്തിച്ചേരും. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ ആർ എസ് ഡയറക്ഷനിലേക്ക് I2 കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷൻ ആർ ടി ഡയറക്ഷനിൽ വരുന്ന കറണ്ട് I1 മൈനസ് I2 ആയിരിക്കും. ഇനി ഇവിടെ കറണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു I മൈനസ് I1 ആയിരുന്നു ക്യു എസ് ഡയറക്ഷനിലുണ്ടായിരുന്നത്. ഇനി I2 കറണ്ട് ഇത് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന കറണ്ട് എസ് I മൈനസ് I1 പ്ലസ് I2 ആയിരിക്കും കറണ്ട് വരുന്നത്. ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ആർ ടിയിലെ കറണ്ട് നമ്മൾ പറഞ്ഞു, ആർ എസിലത് പറഞ്ഞു. ഐ ആർ ടി കറണ്ട് ത്രൂ ആർ ടി ഈക്വൽ ടു കറണ്ട് ത്രൂ ടി വി ആയിരിക്കും. വേറെ ജംഗ്ഷനൊന്നുമില്ല, കറണ്ട് വേറെ എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് സെയിം കറണ്ട് തന്നെ ആയിരിക്കും ഈ ടി വി റെസിസ്റ്റൻസിലേക്ക് വരുന്നത്. നമ്മളിതൊക്കെ റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ടി വിയിൽ വരുന്ന കറൻറ്റും എസ് വിയിൽ വരുന്ന കറണ്ടും സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ വിയിലേക്ക് പോകുന്ന കറണ്ട് കിട്ടണം. നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ I1 ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. I2 ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി
ഐ കറണ്ട് വരും. അതായത് എ എന്ന് വരുന്ന ഐ കറണ്ട് വിവിധ സർക്യൂട്ട് എലമെൻറ്റുകളിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ച് ബിയിലെത്തുമ്പോൾ സെയിം ഐ കറണ്ട് തന്നെ തിരിച്ചെത്തും. ഇനി ഇതോടുകൂടി നമ്മൾ എല്ലാ റെസിസ്റ്റൻസിലും ത്രൂ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാം. നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സർക്യൂട്ടിൽ കുറേ റെസിസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുക. അപ്പോൾ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഇൻ PRSQP ആ ഡയറക്ഷനിലാണ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഒരു ലൂപ്പ് ഈ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. PRSQP അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. PR ഡയറക്ഷനിൽ വരുന്നത് I1 കറണ്ടാണ്, 10 ഓം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 10 ഇൻറ്റു I1 IR സം ഓഫ് IR പ്ലസ് സം ഓഫ് V ഈക്വൽ ടു 0 ആണ്. സം ഓഫ് V എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഇല്ല. അപ്പോൾ 10 ഇൻറ്റു I1 വേറെ സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ഓഫ് ലൂപ്പും ഡയറക്ഷൻ ഓഫ് കറൻറ്റും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് നെഗറ്റീവ് സൈൻ വരും. അതുകൊണ്ട് നെഗറ്റീവ് 10I1 10I. അടുത്തത് RS ആണ്. RSലും I2ൻ്റെ സെയിം ഡയറക്ഷനാണ് നമ്മുടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ 10I2 നെഗറ്റീവ് സൈൻ വരും. ഇനി PR കഴിഞ്ഞു, RS കഴിഞ്ഞു. ഇനി SQ ആണ്. SQയിൽ നമ്മൾ നോക്കുമ്പോൾ I-I1 എന്ന് പറഞ്ഞ കറൻറ്റും ലൂപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോസിറ്റീവ് സൈൻ വെക്കും. പോസിറ്റീവ് 10 ഇൻറ്റു I-I1. ഇനി അടുത്തതായിട്ട് PQ ആണ്. PQയിലുള്ള കറണ്ട് I-I1 ആണ്. നമ്മുടെ ലൂപ്പിൻ്റെ ഡയറക്ഷൻ QP ആണ്. അപ്പോൾ കറൻറ്റിൻ്റെയും ലൂപ്പിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വീണ്ടും പ്ലസ് സൈൻ വരും. പ്ലസ് 10I-I1 ഈക്വൽ ടു 0 എന്ന് എഴുതും. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10I1 ഇവിടെ ഉണ്ട്, മൈനസ് 10I1 ആണ്. ഇവിടെയും മൈനസ് 10I1, ഇവിടെയുണ്ട് മൈനസ് 10I1. ടോട്ടൽ മൈനസ് 30I1 മൈനസ് 10I2 പ്ലസ് 20I ഈക്വൽ ടു 0. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3I1 മൈനസ് I2 പ്ലസ് 2I. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യും. നേരത്തെ നമ്മൾ ലോവർ സൈഡായിരുന്നു ലൂപ്പ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ അപ്പർ ലൂപ്പ് കൺസിഡർ ചെയ്യും. അപ്പർ ലൂപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ അപ്പർ ലൂപ്പ് ഏതായിരിക്കും? RT. സിമിലർലി അപ്ലൈയിങ് KVL ഇൻ RT VSR. സ്റ്റാർട്ട് ചെയ്ത ലെറ്ററിൽ തന്നെ തിരിച്ചെത്തണം. ലൂപ്പാണ്. RT VSR കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം RT നോക്കും, പിന്നെ TV നോക്കും, VS നോക്കും, SR നോക്കും. RT ലൂപ്പിൻ്റെ ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് സൈൻ വേണം. മൈനസ് 10I1 മൈനസ് I2. I1 മൈനസ് I2 ആണ് ഇവിടെ കറണ്ട് വരുന്നത്. ഇനി TV നോക്കുമ്പോൾ സമയത്ത് I1 മൈനസ് I2 തന്നെയാണ് കറണ്ട്. അത് കറണ്ട് ഡയറക്ഷൻ ലൂപ്പിൻ്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. മൈനസ് 10I1 മൈനസ് I2. ഇനി VS ഡയറക്ഷൻ നോക്കുമ്പോൾ അവിടെ കറണ്ട് I മൈനസ് I1 പ്ലസ് I2. റെസിസ്റ്റൻസ് 10 ആണ്.
കറണ്ട് ഡയറക്ഷനും ലൂപ്പിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാണ്, അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ വരും. +10i-i1 + i2. പിന്നെ വരുന്നത് SR ആണ്. SRലും കറണ്ട് ഡയറക്ഷനും ലൂപ്പിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാണ്. അപ്പോൾ 10 SRൽ വരുന്ന കറണ്ട് i2 ആണ്. 10i2 = ഇനി നമ്മൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 30i1 - 30i1 + 40i2 + 10i = 0. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇക്വേഷൻ കിട്ടും. -3i1 + 4i2 + i = 0. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി 2 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇക്വേഷൻ 1 ഇവിടെ ഉണ്ട്, ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 2ന്ന് നമ്മൾ ഇക്വേഷൻ 1 ഇവിടെ ഉണ്ട്. ഇക്വേഷൻ 1 മൈനസ് ചെയ്യും. ഇക്വേഷൻ 2 -3i1 - 3i1 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. -3i1 ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 4i2 -i2 വരും. അപ്പോൾ നമുക്ക് 5i2 i - 2i = -i. 5i2 - i = 0 കിട്ടും. നമുക്ക് i2 = i/5 എന്ന് എഴുതും. അത് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ 3 ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ 1ൽ -3i1 അതേപടി തന്നെ താഴെ എഴുതും. -3i1 -i2ൻ്റെ പ്ലേസിൽ ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. i/5 + 2i = 0. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ i1 = 35i എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ 4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 2 ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയത്. i1ൻ്റെ ഇക്വേഷനും കിട്ടി, i2ൻ്റെ ഇക്വേഷനും കിട്ടി. ടോട്ടൽ കറണ്ട് നമ്മൾ അസ്യൂം ചെയ്തു. അതിനുള്ളിൽ നമുക്കുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് ആയിരുന്നു i1 ആൻഡ് i2. അതിനെ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ കറണ്ടിൽ ഇക്വേഷൻ i1 ആൻഡ് i2ൻ്റെ ഇക്വേഷൻസ്. ഇനി നമ്മൾ i1ൻ്റെ i2ൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് കിർച്ചോഫ് വോൾട്ടേജ് ലോ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലെ ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ A to B ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ആ പൊട്ടൻഷ്യലിനെ ഒരു EMF അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ EMF അപ്ലൈ ചെയ്തു. അവിടുന്ന് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഡയറക്ഷൻ. I എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ വന്നു. അത് തിരിച്ച് EMF സോഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതിനെ നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് ഈ EMF സർക്യൂട്ടും EMF ഓഫ് ദ സെൽ Eയും ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R ആണെങ്കിൽ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതിൽ നിന്ന് പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചോ ഓംസ് ലോ ഉപയോഗിച്ചോ E = IR എന്ന് എഴുതാം. E = IR ആണ്. ഇനി ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ്. അതല്ല, ഈ ടോട്ടൽ സർക്യൂട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കൊരു ലൂപ്പ് കൺസിഡർ ചെയ്ത് നോക്കാം. E = നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ E = എന്നുള്ള ഇക്വേഷൻ എഴുതാണ്. സാധാരണ നമ്മൾ ഇക്വേഷൻ സമ്മേഷൻ IR + സമ്മേഷൻ E = 0 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ E = സമ്മേഷൻ IR എന്ന് എഴുതാം. ഇവിടെ മൈനസ് ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ I1ൻ്റെ ഡയറക്ഷനും ലൂപ്പിൻ്റെ ഡയറക്ഷനും സെയിം ആയാൽ മൈനസ് ആണ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ മൈനസ് എടുക്കുന്നില്ല, പോസിറ്റീവായിട്ടാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ലൂപ്പ്
ഇ പി ടി വി ഇ ആണ് നമ്മുടെ ലൂപ്പ് വരുന്നത്. അപ്പോൾ ആ ലൂപ്പ് ഇന്ന് വന്നു, ഈ സർക്യൂട്ടിൻ്റെ പുറത്തുകൂടിയാണ് പോകുന്നത്, കൂടെ പോയി തിരിച്ചത് ഔട്ട്സൈഡ് ഉള്ള റെസിസ്റ്റൻസസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ പി ആർ പ്ലസ് ഇ ടി വി. നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ഐ ആർ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇ പി ആർ. പി ആറിൽ ഐ ആണ് കറണ്ട് വരുന്നത്, ഇവിടെ റെസിസ്റ്റൻസ് 10 ആണ്. 10 ഇൻറ്റു I1. I1 ഇസ് ഈക്വൽ ടു 3/5 ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 ഇൻറ്റു 3/5 പ്ലസ് ആർ ടിയിലുള്ള കറണ്ട് I1 മൈനസ് I2 ആണ്. I1 മൈനസ് I2 എന്ന് പറഞ്ഞാൽ 3/5 മൈനസ് 1/5 I ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 I ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2/5 I, 10 ഇൻറ്റു 2/5 I. ഇനി ടി വി ആണ് ഡയറക്ഷൻ. ടി വിയിലും സെയിം കറണ്ട് തന്നെയാണ്, I1 മൈനസ് I2 ആണ്. അപ്പം 10 ഇൻറ്റു 2/5 I പ്ലസ്, പിന്നെ ഇവിടെ ഒന്നും വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ IR ഇസ് ഈക്വൽ ടു 30/5 I പ്ലസ് 20/5 I പ്ലസ് 20/5 I എന്ന് എഴുതാം. അതായത് IR ഇസ് ഈക്വൽ ടു 6 പ്ലസ് 4 പ്ലസ് 4 ഈക്വൽ ടു 14 I രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ആവുക R ഇസ് ഈക്വൽ ടു 14 Ohm. ഇതാണ് നമ്മുടെ റിക്വേർഡ് റിസൾട്ട്.